ഇന്ന് ഞാൻ പറയുന്നത് റമളാനിൽ കാര്യമായി നമ്മൾ വ്യാപൃതരാകേണ്ട ചില സംഗതികളെ കുറിച്ചാണ്. ഒന്ന് ദുആ തന്നെയാണ്. ദുആ ചെയ്യാൻ ഏറ്റവും നല്ല മാസം ഏതെന്ന് ചോദിച്ചാൽ അതിന്റെ മറുപടി ഏതാ? റബ്ബോടൊരാൾ ചോദിച്ചു റമളാൻ മാസമിൽ, എന്നാലവൻ മടങ്ങേണ്ടതില്ല നിരാശയിൽ. ഇത് ഇബ്നു ഉമറിൽ നിന്ന് റിപ്പോർട്ടുള്ളതാ. തൊബറാനി ബൈഹഖി രണ്ട് പേരും ഒത്തതാൻ. ദുആ ചെയ്യാൻ ഏറ്റവും നല്ല മാസം റമളാനാണെന്ന് പറഞ്ഞത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ റമളാനിൽ സഹോദരാ സഹോദരി, റബ്ബോടൊരാൾ ചോദിച്ചു റമളാൻ മാസമിൽ, എന്നാലവൻ മടങ്ങേണ്ടതില്ല നിരാശയിൽ. ഇത് ഇബ്നു ഉമറിൽ നിന്ന് റിപ്പോർട്ടുള്ളതാ. തൊബറാനി ബൈഹഖി രണ്ട് പേരും ഒത്തതാ. പ്രിയപ്പെട്ട മുഅ്മിനേ, അതുകൊണ്ട് നിയ്യത്ത് ചെയ്തോളൂ. എൻ്റെ ആവശ്യങ്ങൾ എന്തൊക്കെയുണ്ടോ, ദുന്യവിയും ഉഖ്റവിയുമായ എല്ലാ കാര്യങ്ങളും ചോദിക്കാൻ അല്ലാഹു എനിക്ക് തരുന്ന അവസരമാണല്ലോ പുണ്യ റമളാൻ. ഇൻഷാ അല്ലാഹ് പരമാവധി പ്രാർത്ഥനയുടെ മനസ്സും വചനവുമായി ആസന്നമായ റമളാൻ ഞാൻ ഉപയോഗപ്പെടുത്തുമെന്ന് നിയ്യത്ത് ചെയ്യേണ്ടതാണ്. തൗഫീഖ് നൽകണമേ അല്ലാഹ്, ഭാഗ്യം നൽകണേ അല്ലാഹ്. 10 നിബന്ധനകളുണ്ട് പ്രാർത്ഥനയ്ക്ക്. അതിൽ ഒരു നിബന്ധന എന്താണെന്നറിയോ? അതിന് പറ്റിയ സമയം തിരഞ്ഞെടുക്കുക എന്നുള്ളത് തന്നെ. അതിന് മുഫസ്സിരിങ്ങൾ പറയുന്നുണ്ട്, അതിന് മഹാന്മാരായ പണ്ഡിതന്മാർ ഉദാഹരണം പറയുന്നുണ്ട്. മാസങ്ങളെ കൂട്ടത്തിൽ റമളാൻ പോലെ, മാസങ്ങളുടെ കൂട്ടത്തിൽ റമളാൻ പോലെ പ്രാർത്ഥിക്കുവാൻ 10 അദബുകൾ അറിയേണ്ടതാ. അറിയാതിരുന്നാൽ ഉത്തരം മുട്ടുന്നതാ. കേവലം അങ്ങ് ദുആ ചെയ്യലല്ല, ആ ദുആക്ക് ഇജാബത്ത് കിട്ടാൻ ചില അദബുകളുണ്ട്, മര്യാദകളുണ്ട്. ഞാൻ നിങ്ങളോട് നിങ്ങൾ അടുത്ത ക്ലാസ്സിന് വരുമ്പോ അത് ചൊല്ലി വരണം, ഇത് ചൊല്ലി വരണം എന്നൊക്കെ പറയുന്നത് വെറുതെ എന്ന് വിചാരിക്കണ്ട. ദുആഇന്റെ ആദാബിൽപ്പെട്ടതാണ് ദുആർക്കുന്നതിന് മുമ്പ് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാന്നുള്ളത്. എന്തായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ചൊല്ലി വരാൻ പറഞ്ഞത്? അപ്പത്തേക്ക് അത് മറന്നോ? കഴിഞ്ഞ ക്ലാസ്സിൽ ചൊല്ലി വരാൻ പറഞ്ഞത് യാ അക്രമ ബൈത്താണ്. എത്ര വട്ടം ചൊല്ലി? 11 മൈൽ അപ്പുറമൊക്കെ ചൊല്ലിയവരില്ലേ? ഇല്ലേ? അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. അതിൽ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 സഹാബിമാരുണ്ട്. നാളെ അള്ളാഹുവെ അവരുടെ കൂടെ സ്വർഗത്തിൽ കൂടാൻ അതൊരു കാരണമാക്കണേ റബ്ബേ, അതൊരു കാരണമാക്കണേ റബ്ബേ, അതൊരു കാരണമാക്കി കബൂലാക്കണേ റബ്ബേ. ഇൻഷാ അല്ലാഹ് ഇന്ന് യാ അക്രമ ബൈത്ത് കൂടെ ചൊല്ലി നമുക്ക് റബ്ബിനോട് ദുആ ചെയ്യേണ്ടതുണ്ട്. അള്ളാഹു സ്വീകരിക്കട്ടെ. പ്രാർത്ഥിക്കാൻ പല അദബുകളുമുണ്ട്. അദബ് പാലിച്ച് വേണം റബ്ബിനോട് ദുആ ചെയ്യാൻ. പ്രാർത്ഥിക്കുവാൻ 10 അദബുകൾ പ്രാർത്ഥിക്കുവാൻ 10 അദബുകൾ അറിയേണ്ടതാ. അറിയാതിരുന്നാൽ ഉത്തരം മുട്ടുന്നതാ. അറഫാ ദിനം മദീനേറ്റവും പറ്റുന്നതാ. റമസാന്റെ ദിവസം മുഴുവനും സങ്കേതമാ. അതുപോലെ യൗമുൽ ജുമഅത്തും കെങ്കേമമാ. രാവിന്റെ മദ്യം നല്ലതാണ്, രാവിന്റെ മദ്യം നല്ലതാണെല്ലാ ദിനം. പടച്ചോനെ അല്ലാഹു തൗഫീഖ് തരട്ടെ. അതിൽ പ്രധാനമായും പറഞ്ഞിട്ടുള്ളത് മുഅ്മിനീങ്ങളെ റമളാനാണ്. ആ റമളാനെ ഇൻഷാ അല്ലാഹ് പ്രാർത്ഥന കൊണ്ട് നമുക്ക് ധന്യമാക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ.
അതുകൊണ്ട് തന്നെ റമളാനിലെ നമ്മുടെ മജ്‌ലിസുകൾ കേവലം ഇൽമിന്റെ മജ്‌ലിസ് മാത്രമല്ല, അതിപ്രധാനപ്പെട്ട ദിക്റുകൾ കൂടി ചൊല്ലി ദുആ ചെയ്യുന്ന മജ്‌ലിസായിരിക്കും. അപ്പോൾ ദിക്റുമായി പ്രാർത്ഥനയുമായി അതോടൊപ്പം ഇൽമും റമളാനിൽ ഇൽമിന്റെ മജ്‌ലിസിൽ പങ്കെടുത്താൽ അതിന് അല്ലാഹു നൽകുന്ന പ്രതിഫലത്തെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ, ആലോചിച്ചിട്ടുണ്ടോ? ഒന്ന് ചിന്തിക്കണം. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഖാൽ ഖാല നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങൾ പറഞ്ഞതാണ്, മൻ ഹളറ മജ്ലിസൽ ഇൽമി ഫീ റമളാൻ, പരിശുദ്ധമായ റമളാനിൽ ഒരാൾ ഇൽമിന്റെ മജ്ലിസിൽ പങ്കാളിയായാൽ കതബല്ലാഹു തആല ബികുല്ലി ഖദമിൻ ഇബാദത സനാ, അതിനായി എടുത്തു വെക്കുന്ന ഓരോ ചവിട്ടടിക്കനുസരിച്ചും ഒരു കൊല്ലത്തെ ഇബാദത്തിന്റെ കൂലിയാ കാരുണ്യക്കടലായ അല്ലാഹു നൽകുന്നതെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തേ കാര്യം? നോമ്പുകാരായിട്ടല്ലേ കൂടുന്നത്. ദാഹം സഹിച്ച് വരികയാണ്, വിശപ്പ് സഹിച്ച് വരികയാണ്, ത്യാഗങ്ങൾ സഹിച്ച് വരികയാണ്, ഇലാഹായ റബ്ബിലേക്ക് അലിഞ്ഞു ചേരാൻ വരികയാണ്, അല്ലാഹുവിലേക്ക് പ്രാർത്ഥനയുടെ മനസ്സുമായി വരികയാ. മുഅ്മിനേ ഇലാഹായ റബ്ബിനോട് തൗഫീഖിനായി ദുആ ചെയ്തോളൂ. തൗഫീഖ് വേണം. തൗഫീഖ് ഉള്ളവർക്ക് അതിനൊക്കെ കഴിയും. അല്ലാത്തവർ അതിന്റെ കുറ്റം കുറവും പറഞ്ഞ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തിരക്കിൽപ്പെട്ട് അവർക്കതൊക്കെ നഷ്ടപ്പെട്ടു പോകും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. മൻ ഹളറ മജ്ലിസൽ ഇൽമി ഫീ റമളാൻ, പുണ്യ റമളാനിൽ ഒരാൾ ഇൽമിന്റെ മജ്ലിസിൽ പങ്കെടുത്താൽ കതബല്ലാഹു തആല ബികുല്ലി ഖദമിൻ ഇബാദത സനാ, ഓരോ ചവിട്ടടിക്കും അല്ലാഹുവേ ഒരു കൊല്ലത്തെ ഇബാദത്തിന്റെ കൂലിയാ. വയകൂനു മഈ തഹ്തൽ അർശ്, നാളെ മഹ്ശറയിൽ അർശിന്റെ തണലിൽ അർശിന്റെ താഴെ എന്റെ കൂടെ അവരുണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ എന്ത് വേണമെന്നറിയോ? ആ നിലയിൽ നിയ്യത്ത് നന്നാക്കണം. ആ നിലയിൽ നിയ്യത്ത് നന്നാക്കണം. ഈ പറഞ്ഞ എല്ലാ ഫളായിലും നമുക്ക് കിട്ടണം. ഈ മജ്ലിസ് കൊണ്ട് ദുനിയാവും ആഖിറവും റാഹത്താവണം. ഇലാഹായ റബ്ബിലേക്ക് ഏത് സമയത്ത് ഏത് നിലയിലാണ് അടുക്കേണ്ടതെന്ന ഉണർവും ബോധവും നൽകുന്ന ആ ഓർമ്മപ്പെടുത്തലിന്റെ മജ്ലിസ് ആ നിലയിൽ ഉപകരിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. എല്ലാ അർത്ഥത്തിലും അള്ളാഹുവിന്റെ പൊരുത്തം നേടാവുന്ന വിധത്തിൽ ആ ദിനരാത്രങ്ങളെ ഉപയോഗപ്പെടുത്താൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ. നിങ്ങളോട് ഞാൻ കൊണ്ടോട്ടിയിൽ വെച്ച് പറഞ്ഞ പ്രധാനപ്പെട്ടൊരു കാര്യം, റമളാന്റെ ആദ്യത്തെ രാവ് മിസ്സാവരുത്, നഷ്ടപ്പെടരുത്, ബോധത്തോടുകൂടെ ഉപയോഗപ്പെടുത്തണമെന്നതാണ്. അന്ന് തറാവീഹ് മുടങ്ങരുത് മുഅ്മിനേ. അന്നു തന്നെ അല്ലാഹുവിന്റെ ഖുർആൻ ഖത്മ തീർക്കുകയാണെന്ന താല്പര്യത്തോടെ വിശുദ്ധ ഖുർആൻ തുടക്കം കുറിക്കേണ്ടതാ. അല്ലാഹുവേ തൗഫീഖ് നൽകണമേ അല്ലാഹു ഭാഗ്യം തരട്ടെ. അന്നത്തെ രാത്രി എന്താ അതിന്റെ പ്രത്യേകത? ഹദീസ് ഞാൻ പറഞ്ഞല്ലോ, ഉഅ്തിയത് ഉമ്മത്തി ഫീ ശഹരി റമളാന ഖംസാ ലം യുഅ്തഹുന്ന നബിയ്യുൻ ഖബ്ലി, മുമ്പ് കഴിഞ്ഞു പോയ ഒരു നബിക്ക് പോലും അല്ലാഹു നൽകാത്ത 5 കാര്യങ്ങളാണ് പുണ്യ റമളാനിൽ എൻ്റെ ഉമ്മത്തിന് അല്ലാഹു ഔദാര്യമായി നൽകുന്നത്. ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓർക്കിലല്ലോ ചോദ്യങ്ങളോടന്നെ, ഓർക്കിലാണോ?
എത്ര ദൂരത്തുനിന്ന് വന്നവർ ഈ കൂട്ടത്തിലുണ്ടെന്നറിയോ? 5 വാഹനത്തിൽ കയറിയിട്ടാണ് ഞാൻ വരുന്നത് ഉസ്താദെ എന്ന് പറഞ്ഞവർ ഇന്നീ കൂട്ടത്തിലുണ്ട്. ചേളാരി, തേഞ്ഞിപ്പല ഭാഗത്തോടാണ് അവരുടെ താമസം. പടച്ചോനെ ബറക്കത്ത് കൊടുക്കണേ അല്ലാ, ഹിമ്മത്തും ആഫിയത്തും കൊടുക്കണേ അല്ലാ. ഭർത്താവിന് ജോലി ഇല്ല എന്നുള്ള സങ്കടം പറഞ്ഞിട്ടുണ്ട്. അവരെ കയ്യിലൊക്കെ കിട്ടിയാലല്ലേ ഞങ്ങൾക്കൊക്കെ വരാൻ കഴിയുള്ളൂ. ദുആ ചെയ്യണേന്ന് ഏൽപ്പിച്ചതാ. അല്ലാഹുവേ മതിയായത് നീ കൊടുക്കണേ പടച്ചോനെ. അതുപോലെ ആ കുറ്റിയാടി കായക്കൊടിയിൽ നിന്ന് ഈ മജ്ലിസിലേക്ക് വന്നവരുണ്ട്. ഒരു ഉമ്മയും ആ ഉമ്മയുടെ മകനും മരുമകളും അവരും ഹജ്ജിന് പോകുന്നുണ്ട്, കിട്ടിയിട്ടുണ്ട്. പ്രത്യേകം ദുആ ചെയ്യണേ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു വന്നതാണ്. എടപ്പാളിൽ നിന്ന് ഈ മജ്ലിസിൽ വന്ന് പങ്കെടുക്കുന്ന കുടുംബമുണ്ട്. ഓരോരുത്തർക്കും അല്ലാഹുവേ നിയ്യത്തുകളുണ്ട്, നീ നിറവേറ്റി കൊടുക്കണേ അല്ലാ, നീ റാഹത്തിലാക്കണേ അല്ലാ, എല്ലാ പ്രയാസങ്ങളും പരിഹരിക്കണേ അല്ലാ, എല്ലാ ബറക്കത്തും നൽകണേ അല്ലാ. അവരൊക്കെ പലരും ബാപ്പാക്ക് വേണ്ടി ഉമ്മാക്ക് വേണ്ടിയൊക്കെ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്. ബാപ്പയുടെയും ഉമ്മയുടെയൊക്കെ പേരിൽ 1,00,000 രൂപ നിയ്യത്ത് ചെയ്ത് 50,000 ഇവിടെ ഏൽപ്പിച്ച് പടച്ചോനെ ഖബറിലേക്ക് എന്നേക്കും അവർക്ക് മുതൽ കൂട്ടാകണം ദ്വാരക്കണേ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചില്ലേ? നീ കബൂലാക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. അതുപോലെ മരണപ്പെട്ടവരുടെ പേരിൽ 40,000 തന്ന് ഏൽപ്പിച്ച് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്. ഇന്നത്തെ കഥയാണ് ഈ പറയുന്നത്. സ്വർണ്ണമോതിരം നൽകിയവരുണ്ട്. അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹു ഖൈറ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും റമളാനിലും എല്ലാം ഉൾപ്പെടുത്തി നമുക്ക് ദുആ ചെയ്യണം. നിങ്ങൾ ഉറങ്ങരുത്, ഉണർവിൽ തന്നെ ഇരിക്കണം. ആ റഹ്മത്തിന്റെ മലക്കുകൾ വന്ന് സ്നേഹത്തോടെ നമ്മളെ ഒന്ന് തലോടട്ടെ. അതുകൊണ്ടൊരു പ്രത്യേകമായൊരു നിർവൃതി, വല്ലാത്തൊരു ആനന്ദം, വല്ലാത്തൊരു ഉന്മേഷം റമളാനിലും അനുബന്ധമായും അല്ലാഹു നമ്മളിൽ എല്ലാവർക്കും നൽകട്ടെ. മുമ്പ് കഴിഞ്ഞു പോയ ഒരു നബിക്ക് പോലും അല്ലാഹു നൽകാത്ത 5 നേട്ടം എന്റെ ഉമ്മത്തിന് റമളാൻ കൊണ്ട് അല്ലാഹു നൽകുന്നു. അതിലൊന്നാമത്തേതു ഞാൻ പറഞ്ഞു തന്നതല്ലേ തിങ്കളാഴ്ച. അമ്മാ വാഹിദ ഇദാ കാന അവ്വലു ലൈലത്തിൻ മിൻ ശഹരി റമളാൻ നളറല്ലാഹു ഇലൈഹിം മൻ നളറല്ലാഹു ഇലൈഹി ലാ ലം യുഅദ്ദിബുഹു അബദാ. അല്ലാഹുവിന്റെ പ്രത്യേകമായ റഹ്മത്തിന്റെ നോട്ടം കിട്ടുന്ന രാവാണ് റമളാന്റെ ആദ്യത്തെ രാവ്. ആ നോട്ടം ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവരെ അല്ലാഹു ശിക്ഷിക്കുക തന്നെയില്ലെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നോട്ടം കിട്ടാൻ ആ രാവിനെ നന്നായി ഉപയോഗപ്പെടുത്തണം. പടച്ചോൻ വിധി നൽകട്ടെ. ഓൺലൈനായും റബ്ബേ 2 യൂട്യൂബ് ചാനലിലായി ആയിരക്കണക്കിന് മുഅ്മിനീങ്ങൾ ഇതിൽ പങ്കാളികളാണ്. ചിലപ്പോ അവരൊക്കെ ഇങ്ങനെ ഓൺലൈനായി കാണുന്നവർക്ക് ദുആ ഇല്ലേ, ഞങ്ങൾക്കും ദ്വാരക്കണേ, വരാൻ കഴിയാത്തോണ്ടാന്നൊക്കെ ഇടക്ക് വന്നിട്ട് പറയുന്നവരുണ്ട്. അല്ലാഹുവേ ആരും മനഃപൂർവ്വം ഒഴിവാക്കണില്ല പടച്ചോനെ, എല്ലാരും നീ ഏറ്റെടുക്കണേ അല്ലാ. എല്ലാവർക്കും ബറക്കത്ത് നൽകണേ അല്ലാ. നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇതിനോടുള്ളൊരു മഹബത്ത് കൊണ്ട് തന്നെയല്ലേ അവരിതിൽ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്നത്. നിരാശരാക്കരുത് പടച്ചോനെ. അല്ലാഹുവേ റമളാനിലും ഞങ്ങൾക്ക് കൂടാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. റമളാനിലൊക്കെ പറ്റുന്നവര് മജ്ലിസിൽ നേരിട്ട് തന്നെ പങ്കെടുത്തോളൂ. അതിന്റെ ഒക്കെ ഒരു പുണ്യം പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അങ്ങനെ കഴിയുന്നില്ലെങ്കിലോ ഓൺലൈനായിട്ടെങ്കിലും സംബന്ധിക്കും ചെയ്യുക. ആഖിറം അല്ലാഹു റാഹത്താക്കി തരട്ടെ. അവ രണ്ടാമത്തെ കാര്യത, ഒന്നാം റമളാന്റെ ആദ്യത്തെ രാവിലുള്ള റഹ്മത്തിന്റെ നോട്ടാൻ. രണ്ടാമത്തെ കാര്യം സഹോദരാ സഹോദരി, വഅമ്മാ സാനിയ ഫഇന്ന ഖലൂഫ അഫ്വാഹിഹിം ഹീന യുംസൂന അത്യബു ഇൻദല്ലാഹി മിൻ റീഹിൽ മിസ്കീ. സ്വാഭാവികമായും നോമ്പെടുത്തയാളുകൾ സാധാരണ വയറ്റിലേക്ക് വെള്ളവും ഭക്ഷണവും അങ്ങനെ കടന്നു ചെന്നിരുന്ന ആളുകൾ അതങ്ങ് ഇല്ലാതെയാകുമ്പോ, ഒരു ഉച്ച നേരമൊക്കെയാകുമ്പോ വായക്ക് വല്ലാത്തൊരു വാസന വരികയില്ലേ? ആ വാസന അല്ലാഹുവിന്റെ അടുക്കൽ ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, ഇലാഹായ റബ്ബിന്റെ അടുക്കൽ ആ വാസന കസ്തൂരിയേക്കാൾ സുഗന്ധമാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ.
മാത്രല്ല അങ്ങനെയുള്ള ആളുകൾ ഖബറിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴത്തേക്ക് തന്നെ നോമ്പുകാര് ഖബറിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴത്തേക്ക് തന്നെ ഇത് നോമ്പുകാരാണെന്ന് അവരെ അറിയപ്പെടും. എന്തുകൊണ്ടാണ് അറിയപ്പെടുന്നതെന്നറിയോ? അവരുടെ വായയുടെ ആ സുഗന്ധം കൊണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, യഖ്റുജു സ്വായിമൂന മിൻ ഖുബൂരിഹിം യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിലാ നോമ്പുകാര് ഖബറിൽ നിന്ന് പുറത്തേക്ക് വരുന്ന രംഗം നിങ്ങൾ ആലോചിച്ച് നോക്കിയാണ്. ഞാനിതൊക്കെ എന്തിനാ പറയുന്നതെന്നറിയോ? നമ്മളെല്ലാരും അതിൽ പെടണം. അപ്പൊ അതൊക്കെ ചെയ്യുമ്പോ ആ ഒരു നീയത്തും കൂടെ നമ്മളെ മനസ്സിലുണ്ടാവണം. ഓരോന്നിന്റെ ഫളില് അറിഞ്ഞാണ്ട് ചെയ്യുമ്പോഴാണ് അത് ആത്മീയമായി ടച്ച് ചെയ്ത് നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അതിനുള്ള തൗഫീക്കിന് വേണ്ടിയാണ് ഈ കാര്യം ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നത്. അല്ലാഹു തൗഫീക്ക് തരട്ടെ, അല്ലാഹു തൗഫീക്ക് തരട്ടെ. നോമ്പുകാരതാ ഖിയാമത്ത് നാളിൽ അവരുടെ ഖബറിൽ നിന്ന് പുറത്തേക്ക് വരികയാ. സുബ്ഹാനല്ലാഹ് യുറഫൂന ബിഅറഫി സിയാമിഹിം. അവരുടെ നോമ്പ് കൊണ്ടാണെന്ന് അവർ അറിയപ്പെടുന്നത്. അതായത് യഖ്റുജു അത്യബു റീഹുൽ മിസ്കീ. കസ്തൂരിയേക്കാൾ വലിയ സുഗന്ധം അവരുടെ വായയിൽ നിന്ന് അടിച്ചു വീശുകയാണ്. അവരാ ഖബറിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴത്തേക്ക് യുൻഖലു ഇലൈഹിമുൽ മവാഖിദു വല്ലബാരിഖു മഖ്തൂമത്തുൻ അഫ്വാഹിഹാ ബിൽ മിസ്ക്. നല്ല പാത്രങ്ങളിൽ അവർക്ക് വേണ്ട വിഭവങ്ങൾ ഒരുക്കി തയ്യാറാക്കി വെക്കും. സുഫ്ര വിരിച്ച് മനോഹരമായ പാത്രങ്ങളിൽ അവർക്ക് വേണ്ട എല്ലാ വിഭവങ്ങളും ഒരുക്കി തയ്യാറാക്കി വെക്കും. ഖബറിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴത്തേക്ക് മഹ്ശറയിലേക്ക് അവര് എതിരേൽക്കുകയാണ്, സ്വീകരിക്കുകയാണ്, സൽക്കരിക്കുകയാണ്. അവരോട് പറയുന്നതാണ്, കുലൂ, നന്നായി ഭക്ഷിച്ചോളൂ. എന്തേ കാര്യമെന്നല്ലേ? ഫഖദ് ജുഅ്തും ഹീന ശബിഅൻ നാസ്. ദുനിയാവിൽ ആളുകളൊക്കെ വയറ് നിറച്ച് നടന്ന ഘട്ടത്തിൽ അല്ലാഹ്ക്ക് വേണ്ടി നോമ്പെടുത്ത് വിശപ്പ് സഹിച്ചവരല്ലേ നിങ്ങൾ? വശറബൂ ഫഖദ് അതശ്തും ഹീന റവിയൻ നാസ്. ആളുകളൊക്കെ ദുനിയാവിൽ നിന്ന് വെള്ളം കുടിച്ച് സുഖിച്ച് രസിച്ച് നടന്നപ്പോ അല്ലാഹ്ക്ക് വേണ്ടി നിങ്ങൾ സുബ്ഹ് മുതൽ മഗ്രിബ് വരെ ദാഹം സഹിച്ചവരായിരുന്നില്ലേ? വസ്തരീഹൂ ഫഖദ് തബിഅതും ഹീന ഇസ്തിറാഹിൻ നാസ്. ആളുകളൊക്കെ നന്നായി വിശ്രമിച്ച സമയത്ത് നോമ്പിന്റെ കാരണത്താൽ ക്ഷീണവും തളർച്ചയും നിങ്ങളിൽ പലർക്കും വന്നതല്ലേ? അതുകൊണ്ട് ഇവിടെ നിങ്ങൾക്കൊരു ദാഹം പാടില്ലാത്തതാണ്, ഒരു വിശപ്പും പാടില്ലാത്തതാണ്, ഒരു ക്ഷീണവും പാടില്ലാത്തതാണ്. സഹോദരാ, സഹോദരി, ആ നോമ്പുകാര് ഖബറിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴത്തേക്ക് മഹ്ശറയിലേക്ക് പോകുമ്പോ ഈ സൽക്കാരങ്ങളൊക്കെ മാലാഖമാരുടെ അകമ്പടിയോടെ ഏറ്റുവാങ്ങിയിട്ടല്ലേ പോകുന്നത്. അല്ലാഹുവേ, ജല്ല ജലാലായ അല്ലാഹ്, നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമേ അല്ലാഹ്. നീ ഞങ്ങൾക്ക് വിധിയേകണമേ അല്ലാഹ്. അങ്ങനെ വയക്കുലൂന വയശ്റബൂന വയസ്തരീഹൂന വന്നാസു മശ്ഗൂലൂന ഫിൽ ഹിസാബ്. ആളുകളൊക്കെ വിചാരണയുടെ ആദിയിലും വ്യാധിയിലും ആശങ്കയിലും വേപത് പൂണ്ട് കഴിയുമ്പോ ഈ ആളുകൾ അവിടെ വലിയ ഉല്ലാസത്തിലാ, നോമ്പുകാര് വലിയ റാഹത്തിലാ. അപ്പൊ ഈ ഒരു സൗഭാഗ്യമൊക്കെ നമുക്ക് കിട്ടണം. അത് ഓർമ്മപ്പെടുത്താനാണ് ഈ മജ്ലിസ്. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. ഖബറിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴത്തേക്ക് തന്നെ ആ സുഗന്ധം അടിച്ചു വീശുക, സ്വീകരിക്കാൻ മലക്കുകൾ കാത്തു നിൽക്കുക.
വേണ്ട വിഭവങ്ങൾ ഒരുക്കിയിട്ട് കഴിച്ചോളൂ, കുടിച്ചോളൂ, വിശ്രമിച്ചോളൂ എന്ന് പറയുക. അല്ലാഹുവേ തൗഫീഖ് തരണേ റബ്ബേ. നോമ്പിന്റെ കൂട്ടരെ നാളെ ഖബറിൽ നിന്ന് എഴുന്നേൽക്കുമപ്പോൾ പരിമണം വീശുന്നേ. കസ്തൂരിയേക്കാൾ അത്യബാവായിക്കുള്ളത് എന്നും ഹദീസിൽ തന്നെയാ പറയുന്നത്. നിർത്തപ്പെടും അവർക്കൊക്കെയും തീന്മേശകൾ, നിരത്തപ്പെടും അവർക്കൊക്കെയും തീന്മേശകൾ. കൂടാതെ നൽകുന്നുണ്ടവർ കിബിരീക്കുകൾ. പറയപ്പെടും അവരോട് നിങ്ങൾ തിന്നുവീൻ, വിശക്കണ്ട ദാഹിക്കേണ്ടതില്ല കുടിക്കുവീൻ. പരിശുദ്ധ മാസം നാസ് വയറു നിറച്ചതാ, നിങ്ങൾ വിശപ്പ് സഹിച്ച് നോമ്പു പിടിച്ചതാ. അവരൊക്കെ ഇന്ന് വിശപ്പിനാൽ കരയുന്നതാ, ദാഹിച്ച് തൊണ്ട വരണ്ടതായി പൊരിയുന്നതാ. ക്ലേശങ്ങളൊന്നും ഇന്നു നിങ്ങൾക്കില്ല, വിശ്രമിക്കുവിൻ നിങ്ങൾക്കൊരല്ലലുമില്ല. അപ്പോൾ അവർ തിന്നും കുടിച്ചും കൊണ്ട് സുഖിക്കുന്നതാണെന്നും ഹദീസിൽ ഉണ്ട്. മറ്റുള്ളവർ കൊല്ലും ഹിസാബിൽ പെട്ടതാ, ദാഹം വിശപ്പും കൊണ്ടവർ കരയുന്നതാ. രക്ഷിക്കണേ നീ അന്ന് യാ റഹ്മാനേ, അതിനുള്ള വഴികൾ ഇന്നു നീ താക്കോനേ. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു ഭാഗ്യം തരട്ടെ. പക്ഷേ അതിനാ നോമ്പ് ശരിക്കും നോമ്പാവണം മുഅ്മിനെ. അല്ലാഹു സ്വീകരിക്കുന്ന നിലക്കാവണം മുഅ്മിനെ. കേവലം വിശപ്പ് മാത്രം സഹിക്കലല്ല, ദാഹം മാത്രം സഹിക്കലല്ല, അത് നോമ്പിന്റെ ഒരു ഭാഗം മാത്രമാണ്. കണ്ണുകൊണ്ട് നോമ്പുണ്ട്, അത് നോൽക്കാനാവണം. കാതുകൊണ്ട് നോമ്പുണ്ട്, അത് നോൽക്കാനാവണം. നാവ് കൊണ്ട് നോമ്പുണ്ട്, ആ നോമ്പിൽ നമ്മൾ ലയിച്ചു ചേരണം. ഓരോ അവയവത്തിനും അതിൻ്റെതായ നോമ്പുണ്ട്. എല്ലാം പൂർണ്ണമാകുമ്പോഴാണ് ഈ പറഞ്ഞ പ്രതിഫലം ലഭ്യമാകുന്നത്. അതുകൊണ്ട് ആ നിലയിൽ നോമ്പുകാരാവണം. അല്ലാഹുവേ വിധിയെ ഗണമേ അല്ലാ, തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പോ ഈ പരിപാടി കേൾക്കുന്ന ഓരോരുത്തരോടും ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, എല്ലാവരും നിയ്യത്ത് ചെയ്ത് വെച്ചേക്ക്. പരമാവധി ഇൻഷാ അല്ലാഹ് പുണ്യം പൂക്കാലമായ റമളാനിൽ ഒരു നോമ്പും നമുക്ക് നഷ്ടപ്പെടരുത്, ഒരു നോമ്പും നഷ്ടപ്പെടരുത്. നിങ്ങൾക്കറിയോ, ഒരു കാരണമില്ലാതെ ഒരു നോമ്പാണ്ട് റമളാനിൽ പോയാൽ പിന്നെ ഒരു കൊല്ലം നോറ്റാലും ആ ഒരു നോമ്പിന്റെ പൂർണ്ണത ഈ മറ്റ് റമളാൻ അല്ലാത്ത ഒരു കൊല്ലം നോറ്റാലും. കേൾക്കണുണ്ടോ? എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ വിഷയങ്ങൾ വരുമ്പോഴത്തേക്ക് നോമ്പ് ഒഴിവാക്കണ്ടെന്ന് പറയാ, ഒഴിവാക്കരുത് എന്നാണ് ഈ പറയുന്നത്. ചില വിഷയങ്ങൾക്ക് നോമ്പ് ഒഴിവാക്കാം, ശറയിൽ അതിന് ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആർക്കൊക്കെ നോമ്പ് ഒഴിവാക്കാം, ഒഴിവാക്കിയാൽ ആരൊക്കെ മുദ്ദ് കൊടുക്കണം, ആരൊക്കെ മുദ്ദ് കൊടുക്കണ്ട, ഖലാ വീട്ടിയാൽ മാത്രം മതി, മുദ്ദ് കൊടുക്കേണ്ടാത്തവർ ആരാണ്, ഖലാ വീട്ടിയാൽ മാത്രം പോരാ, മുദ്ദ് കൊടുക്കേണ്ടവർ ആരാണ്, ഓരോ റമളാനും കഴിയുന്നതനുസരിച്ച് മുദ്ദ് വർദ്ധിച്ചു വരുന്നത് എങ്ങനെയാണ്, അതൊക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഒരു കാരണമില്ലാതെ ഒരു നോമ്പ് ഒരാൾ ഒഴിവാക്കി, അത് പിന്നെ ഖലാ വീട്ടാലോ എന്ന് വിചാരിച്ചിട്ടാ. യാ അല്ലാ മുഅ്മിനേ, കാരണം കൂടാതെ റമളാൻ മാസത്തിൽ നോമ്പൊഴിച്ചാൽ എത്രയാണ് അതിന്റെ നഷ്ടം എന്നറിയോ? എത്രയാ നഷ്ടം?
ഒരു കാരണം കൂടാതെ റമളാൻ മാസമിൽ ഒരു നോമ്പൊഴിച്ചാൽ എത്ര നഷ്ടം ഉണ്ടതിൽ ഒരു വർഷ നോമ്പനുഷ്ഠിച്ചതിനു നീ പകരമായി അത് തുല്യമല്ലെന്ന ഹദീസിൽ വ്യക്തമായി ഇത് ബൈഹഖി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാ തുറുമുദിയിലും ഇത് നോക്കിയാൽ കാണുന്നതാ ഒരു നോമ്പ് റമദാനിൽ കാരണം കൂടാതെ ഒഴിച്ചാലേ പിന്നെ കൊല്ലം മുഴുവൻ നോമ്പ് അനുഷ്ഠിച്ചാലും അതിന് പകരമായിട്ട് തുല്യാവില്ല ഇതായി പറഞ്ഞത് ഒരു കാരണം കൂടാതെ റമളാൻ മാസമിൽ ഒരു നോമ്പൊഴിച്ചാൽ എത്ര നഷ്ടം ഉണ്ടതിൽ ഒരു വർഷ നോമ്പനുഷ്ഠിച്ചതിനു നീ പകരമായി അത് തുല്യമല്ലെന്ന ഹദീസിൽ വ്യക്തമായി ഇത് ബൈഹഖി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാ തുറുമുദിയിലും ഇത് നോക്കിയാൽ കാണുന്നതാ ഏതായാലും അള്ളാഹു ഒക്കെ അവന്റെ പൊരുത്തം പോലെ ചെയ്യാൻ തൗഫീക്ക് തരട്ടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു റാഹത്താക്കി തരട്ടെ ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ആ ആക്രമ ബൈത്തൊന്ന് ചൊല്ലുന്നു പറഞ്ഞതാണല്ലോ മനസ്സറിഞ്ഞ് നമുക്കതൊന്ന് ചൊല്ലാം അള്ളാഹു തൗഫീക്ക് തരട്ടെ അതുകൊണ്ട് നമുക്ക് റാഹത്ത് തരട്ടെ ഇതെല്ലാ കാര്യങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ടെന്നറിയോ ഓരോ കെണികൾ നിങ്ങൾ ആലോചിക്ക് ഒരു ഉമ്മ വന്നിട്ട് കണ്ണീരോടുകൂടെ പറയാണ് എൻ്റെ മോൻ മരിച്ചതാണ് പിന്നെ ഒരു മോളാ ഉള്ളത് ഭർത്താവ് എന്നോ മരിച്ചു ഈ മോളെ ആ ഉമ്മയുടെ അനുജത്തിയുടെ ഭർത്താവുമായി പ്രണയത്തിലായി പ്രണയം എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ പ്രണയം വീട്ടിൽ വന്ന് താമസിക്കുന്നു ഈ കുട്ടിയുടെ കയ്യിൽ മൊബൈൽ അങ്ങ് കൊടുക്കും അത്രേ 6 വയസ്സുള്ള കുട്ടി മൊബൈലുമായിട്ടിരിക്കും ഇങ്ങനെ വിളിച്ച് ചോദിച്ചപ്പോ അവനും അവളും പറയാനുള്ളത് ഞങ്ങൾ എടുക്കെങ്കിലും പോവാണ് ഞങ്ങൾ ഉപദേശിക്കണ്ട എന്താണ് റബ്ബേ അതിന്റെ ഒക്കെ ഒരു വേദന മനുഷ്യൻ എന്തൊരു ഭ്രാന്തനാണ് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ അള്ളാഹു കാവൽ നൽകട്ടെ ഇന്നൊക്കെ നിങ്ങൾ കണ്ടില്ലേ നമ്മുടെ മക്കളെയൊക്കെ നല്ലോണം നിയന്ത്രിച്ചേ പറ്റു മുഅ്മിനെ ലഹരിക്കടിമപ്പെട്ട് ഒരു കൊലയാളിയായി മാറുന്ന ഒരവസ്ഥ കേരളക്കരയിൽ വല്ലാതെ വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ് ചുരുങ്ങിയ സമയം കൊണ്ട് 4ഉം 5ഉം 6ഉം ആളുകളെയൊക്കെ തലക്ക് ആമറ് കൊണ്ട് അടിച്ചു കൊല്ലുന്ന തലത്തിലേക്ക് 23ഉം 24ഉം വയസ്സുള്ള മക്കളൊക്കെ എത്താന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ ഒക്കെ ഒരവസ്ഥ ഉമ്മാക്ക് മക്കളെ വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലഘട്ടം വരിക ബാപ്പാക്ക് മക്കളെ വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലഘട്ടം വരിക ഭാര്യക്ക് ഭർത്താവിനെ പേടി ഭർത്താവിന് ഭാര്യയെ പേടി ഒരു തരം അവസ്ഥയിലേക്ക് മനുഷ്യർ നീങ്ങിക്കൊണ്ടിരിക്കുന്നു അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ ഒരു കാലഘട്ടം ഇവിടെ വരാനുണ്ട് അന്ന് നാട്ടിലാകെ കൊലപാതകം വർദ്ധിക്കുന്നതാ അന്നത്തെ കൊലപാതകത്തിന്റെ അവസ്ഥ കേൾക്കണോ കൊല്ലുന്നവൻ അറിഞ്ഞുകൂടാ എന്തിനാണ് ഞാൻ ഈ കൊല്ലുന്നതെന്ന് കൊല ചെയ്യപ്പെട്ടവർക്കറിഞ്ഞുകൂടാ എന്തിനാണ് ഞാൻ കൊല ചെയ്യപ്പെട്ടതെന്ന് നാട്ടിൽ നടക്കുന്ന കൊലപാതകങ്ങൾ ആ തലത്തിലേക്ക് മാറുകയാ അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ എവിടെന്നാണ് ഇതിന് പ്രേരണ ലഭിക്കുന്നത് സിനിമയിലൂടെയാണോ അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങളിലൂടെയാണോ മറ്റേതിലൂടെയാണ് ഇതിലേക്ക് അവരെത്തിപ്പെടുന്നതെന്ന് ആലോചിക്കേണ്ടതുണ്ട് പല ജാതി ഭ്രാന്തന്മാരാക്കുന്ന ലഹരികൾ വർദ്ധിച്ചു വരിക ഉമ്മയും വിഷയമല്ല ബാപ്പയും വിഷയമല്ല അള്ളാഹു കാക്കട്ടെ ഞാൻ പറയുന്നത് പറ്റുകയാണെങ്കിൽ നിങ്ങൾ ആ മജ്‌ലിസൊക്കെ അവരെ കേൾപ്പിക്കണം അവരിതിൽ പങ്കാളികളാക്കണം ആൺകുട്ടികളൊക്കെ പരമാവധി പള്ളിയിലേക്ക് പറഞ്ഞേക്കണം കാരണം ഈ പള്ളിയുമായി നല്ലൊരു ബന്ധം ഉണ്ടായി കഴിഞ്ഞാൽ സ്വാലിഹീങ്ങളുമായി ബന്ധം ഉണ്ടായി കഴിഞ്ഞാൽ മനുഷ്യന്റെ ചിന്ത നന്നാകും നേർമാർഗത്തിലൂടെ പോകും അതിനൊക്കെ സാഹചര്യം ഉണ്ടാക്കണം നമ്മൾ മക്കളെ കാര്യത്തിലും പേരമക്കളെ കാര്യത്തിലൊക്കെ ഉണർന്ന് പ്രവർത്തിക്കണം ഇതിപ്പോ നാട്ടുകാരെ കുറിച്ച് അപ്പൊ നമ്മൾ കേൾക്കുന്നത് നാളെ പിറ്റേന്ന് നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനെ ഉണ്ടാവില്ല എന്ന് എന്തുറപ്പാണ് അല്ലാഹു കാക്കട്ടെ